ഫൈനൽ മത്സരത്തിനിടെ ഒരു കാലിലെ സ്പൈക്സ് ഊരിപ്പോയിട്ടും പിന്മാറാതെ ഓടിയ ഏഞ്ചലിന് സ്വർണത്തോളം പോന്ന വെങ്കലം. രണ്ടാം സ്ഥാനമെങ്കിലും മീറ്റിൽ ഉറപ്പിച്ചിരുന്നുവെന്ന് ഏഞ്ചൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. MP ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 800 മീറ്റർ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 3ാം സ്ഥാനത്തെത്തിയ ആലപ്പുഴ സ്വദേശി ഏഞ്ചൽ റോസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏഞ്ചൽ ഫസ്റ്റ് ലാപ്പിൽ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് എത്തുകയായിരുന്നു. പക്ഷെ അവസാന ലാപ്പിലെത്തിയപ്പോഴാണ് ഏഞ്ചലിന്റെ ഒരു സ്പൈക്ക് ഈ ഓട്ടത്തിനിടയിൽ ഊരിപ്പോയത്. അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഏഞ്ചൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്പൈക്ക് പെട്ടെന്ന് ഊരിപ്പോയപ്പോഴത്തേക്ക് ആ ഓടി വന്ന ഒരു മൊമെന്റം നഷ്ടമായതാണോ? സെക്കൻഡ് പൊസിഷനിൽ എത്തിയതിന് പിന്നെ ഈ ഒരു ഫസ്റ്റിൻ്റെ ജൂനിയറാണ്. ഫസ്റ്റ് ടൈം 800 ചെയ്യുന്നത്. ഒരു വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവണ്ടേ. സാറിനും കൂടെ വേണ്ടിയിട്ടാണ് മെഡലിട്ടത്. സ്പൈക്ക് ഊരിപ്പോയപ്പോഴത്തേക്കും വിഷമമായോ? വിഷമായി. കോച്ച് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. അതിൽ ഏഞ്ചലിന് നല്ല വിഷമമുണ്ട്. ഇപ്പോൾ ഉള്ള ആദ്യത്തെ ജൂനിയറാണ്, ഫസ്റ്റ് ജൂനിയറാണ്. അതിൽ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം. അതിലുപരി അവൾ ഒറ്റക്കാലിൽ ഓടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിലുപരി ഒറ്റക്കാലിൽ ഒരു 400 മീറ്റർ ഓടുക എന്നുള്ളത് ഒരു പിള്ളേർക്കും പറ്റാത്തൊരു കാര്യമാണ്. അത് അവളുടെ ആത്മവിശ്വാസവും മനോധൈര്യമാണ്. അതിപ്പോഴേ അവൾക്ക് ഉണ്ടായത്. അവൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏഞ്ചലിന്റെ അമ്മയാണ് പറഞ്ഞതുപോലെ ഒരു വർഷമായിട്ട് അതിന്റെ പിന്നാലെ ഒരു പ്രാക്ടീസ് ആയിരുന്നു എന്ന് പറയുന്നത്. അവസാന ദിവസം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. സ്പൈക്സ് ഊരിപ്പോയപ്പോ എനിക്ക് സത്യം പറഞ്ഞ എന്നോട് ഇവള് ക്വിറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓടിയപ്പോഴത്തേക്ക് എങ്ങനെയും ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി എന്നാ. എന്താ ശരിക്കും ഞങ്ങൾ തകർന്നു പോയി. ആരും 400 മീറ്ററിന് മുമ്പ് തന്നെ അവളുടെ സ്പൈക്സ് ഊരി. പിന്നെ അങ്ങോട്ട് അത്രയും ഓടി തീർക്കണ്ടേ. അപ്പൊ ദൈവാനുഗ്രഹിച്ച് അവള് അത് ഫിനിഷ് ചെയ്തതിൽ ഭയങ്കര ഒരു പൊസിഷൻ വന്നതിനേക്കാൾ ഉപരി അവളത് ഫിനിഷ് ചെയ്തതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് സാറിൻ്റെ ഒറ്റ ശ്രമമാണ്. അവര് രാവിലെയും വെളുപ്പിനും പിന്നെ ഞങ്ങൾക്ക് ഒരു സിന്തറ്റിക് ട്രാക്കൊന്നും ഇല്ല. പിന്നെ സാറ് ഈ വെക്കേഷനും സമയത്ത് എല്ലാം വെളുപ്പിന് ഇവർക്ക് ഉറക്കം പോലും ഇല്ല. ഇവരെ ഒരു 4 മണിക്കൊക്കെ എണീറ്റ് ട്രെയിൻ പിടിച്ചൊക്കെയാണ് മറ്റേ മഹാരാജാസ് ഇപ്പോയിൽ അവർ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. ആലപ്പുഴയിൽ ട്രാക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം തന്നെ സിന്തറ്റിക് ട്രാക്കിൽ സ്പൈക്സ് ഇട്ട് ഓടിയാൽ മാത്രമേ ഒരു മീറ്റിൽ വരുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് പെർഫോമൻസ് എടുക്കാൻ പറ്റും. അപ്പം ഇതിനു മുമ്പ് സ്പൈക്സ് ഇട്ട് തന്നെയായിരുന്നു ഇപ്പോൾ പരിശീലനമൊക്കെ. 800 മീറ്റർ ഇപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് ബന്ധം എല്ലാവരും സിന്തറ്റിക് ട്രാക്ക് ഇടുന്ന ഓടുന്ന ആൾക്കാരാണ്. നമുക്ക് മാത്രം ട്രാക്കില്ല. അപ്പം നമ്മൾ പരിമിതികൾക്കപ്പുറത്ത് നമ്മൾ ചെയ്തു വന്നതാണ്. ട്രാക്കിൽ ഒരു അത്ലറ്റിന്റെ ഏറ്റവും വലിയ കരുത്താണ് അവരുടെ സ്പൈക്സ് എന്ന് പറയുന്നത്. അത് അവസാന ലാപ്പിൽ ഊരിപ്പോയിട്ടും ആ മനോധൈര്യം കൈവിടാതെയാണ് ഏഞ്ചൽ ആ ലാപ്പ് പൂർത്തിയാക്കിയത്, 3ാം സ്ഥാനത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് VS MP ദേവൻ, ന്യൂസ് മലയാളം.